ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത ജോലി ഞങ്ങൾ ചെയ്തത്. ചെയ്തത് എവിടെയെല്ലാം ഗവൺമെൻറ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാകണം, ബദലുണ്ടാകണമെന്ന് കരുതി ആരോഗ്യ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെല്ലാം ഞങ്ങൾ പഠനം നടത്തി, ഗ്രഹപാഠം ചെയ്തു. എന്നിട്ട് തയ്യാറാക്കിയ പദ്ധതികളാണ് പുതുയുഗ യാത്രയിൽ. ന്യൂ ഈറയാണ്, പുതിയ യുഗമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അത് ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. എനിക്ക് അഭിമാനമുണ്ട്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഹർത്താലും ബന്ധും പോലും നടത്താതെയാണ് ഈ പ്രതിപക്ഷം ഈ വിജയം നേടിയെടുത്തത്. ഒരു ഹർത്താലും ബന്ധം നടത്താതെ. ഇത് നമ്മുടെ പുതിയ കേരളമാണ് എന്ന് കേരളത്തിന് പുറത്തേക്കുള്ള ഒരു സന്ദേശം കൊടുക്കാൻ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ടും ഞങ്ങൾ ശ്രമിച്ചു. ഞാനൊരു ജോണിരിക്കുന്നുണ്ട് അടുത്ത്, എന്നാലും ഞാൻ പറയാം, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിനേക്കാളുള്ള ഒരു വലിയ സന്തോഷമുണ്ട്. കേരള ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങിച്ചെടുത്ത തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ചരിത്രത്തിൽ 62 ഉള്ളു. 2001 60-ൽ 60 സീറ്റ് അല്ലേ? 77-ൽ 38 സീറ്റുകൾ. 2011 ജയിച്ചപ്പോൾ 38 സീറ്റ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് കേരള ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ. അതിൽ മാത്രമേ എൻ്റെ ചെറിയ കണക്ക് തെറ്റിയുള്ളൂ. 1 ലക്ഷം മന്ത്രിമാർ നോക്കുന്നുണ്ട്, അതിൽ കൂടുതൽ മന്ത്രിമാർ തോക്കും. ചെറുതായിട്ട് എൻ്റെ ഒരു കണക്ക്. ഞാൻ 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കണക്ക് പറഞ്ഞത്, ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, നിങ്ങൾ കണ്ട പ്രവർത്തനങ്ങൾ, അത് കൂടാതെ ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ ഒരു പ്രവർത്തനങ്ങളുണ്ടായി. 2001 ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തി. 2001 കിട്ടിയ ഉജ്ജ്വലമായ വിജയം പിന്നെ 2004-ലില്ല. 2011 ജയിച്ചെങ്കിലും 72 സീറ്റോടുകൂടിയാണ് ജയിച്ചത്. UDFിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് ശക്തികൾ, ഒരുപാട് ഗ്രൂപ്പുകൾ, സോഷ്യൽ ഗ്രൂപ്പുകൾ UDFിനെ വിട്ടുപോയി. ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ പ്രവർത്തനത്തിലൂടെ അവരെല്ലാവരെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. കുറച്ച് പേരുകൂടി ഉണ്ട്, മുഴുവനായില്ല, 90% ആയില്ല. ഞാൻ 100 ടാർഗറ്റ് ചെയ്തിട്ട് 90 ആയില്ല, കുറച്ച് പേരുകൂടി ഉണ്ട്. അവർ കൂടി UDFിലേക്ക് വരും. പുതിയ തലമുറ UDFിൻ്റെ കൂടെ നിൽക്കുന്നു. ഞാനതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അത് പറവൂരിലെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. എനിക്കറിയാലോ, ഞാൻ എൻ്റെ ഇത്രയും വർഷക്കാലത്തെ തിരഞ്ഞെടുപ്പിനിടയിൽ ഞാൻ 3-4 ദിവസം മാത്രമാണ് പറവൂരിൽ നിന്നത്. എല്ലാവരും പറയും എന്നെ പൂട്ടിയിടുമെന്ന് പറഞ്ഞു. പറവൂർ അവിടെ പൂട്ടിയിടും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ പൂട്ടിയിടപ്പെട്ടത് മന്ത്രിമാരാണ്. ഈ തോറ്റ മന്ത്രിമാർ ആരും അവരുടെ നിയോജകമണ്ഡലത്തിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. ജയിച്ചവർ മുഖ്യമന്ത്രി മാത്രമേ പോയിട്ടുള്ളൂ. അവരെ പൂട്ടിയിട്ടത് ഞങ്ങളാണ്, അവരവരുടെ മണ്ഡലത്തിൽ. എന്തുമാത്രം വിസ്മയങ്ങൾ ഉണ്ടായി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയും ഇനി വേണ്ടാന്ന് പറയും. ഇപ്പം അമ്പലപ്പുഴയിലൊരു വിസ്മയം ഉണ്ടായില്ലേ, തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിസ്മയം നടന്നില്ലേ. തളിപ്പറമ്പിലും പയ്യന്നൂരൊക്കെ നിങ്ങളോടൊരു 3 മാസം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒരു വർഷമായിട്ട് അറിയാം. ഞാൻ എന്ന് മുതലാണ് വിസ്മയം എന്ന് പറഞ്ഞത് അന്ന് മുതൽ ഞങ്ങൾക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. കണ്ണൂരിലെ ജനത എങ്ങനെയാണ് പ്രതികരിച്ചത്, കേരളത്തിലുടനീളം. അതുകൊണ്ട് കണ്ണൂരിൽ അത് എവിഡൻ്റായി അല്ലേ. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പോലുള്ള ഒരാളെ ഞങ്ങൾ ഹൃദയപൂർവ്വമാണ് സ്വീകരിച്ചത്, വളരെ അഭിമാനത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എത്ര വലിയ വിജയമാണ് അദ്ദേഹം നേടിയത്. അല്ല, അത് അവരുടെ തീരുമാനമാണ്. നമ്മൾ പറഞ്ഞില്ല, അവരൊരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവരിങ്ങോട്ട് വരാൻ പോകണം. അപ്പം ഞങ്ങൾ രാഷ്ട്രീയ മര്യാദകൾ കാണിച്ചിട്ടുണ്ട് ഇല്ലേ. അവരപ്പുറത്തെ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അവരുടെ വിശ്വാസ്യതയെ തടസ്സപ്പെടുന്ന ഒന്നും നിന്നിട്ടില്ല. അത് അവരുടെ തീരുമാനമാണ്. UDFിലേക്ക് വരണോ വേണ്ടത്. ഞങ്ങളുടെ വാതിൽ തുറന്നാണ് വെച്ചിരുന്നത്.
പക്ഷെ അവർ വന്നില്ല. അത് അവരുടെ രാഷ്ട്രീയ തീരുമാനം. അല്ല, അതല്ല, അതൊക്കെ പിന്നീട് UDF ഒക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇപ്പം അതൊന്നും ഒരു ആ പ്രയോറിറ്റികളിൽ ഇല്ലല്ലോ, മുൻഗണനയിൽ അതൊന്നും ഇല്ല. മാത്രമല്ല, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് 8-ൽ 7 സീറ്റും ജയിച്ചു അല്ലേ. അനൂപ് ജേക്കബ് ജയിച്ചത് 45,000 വോട്ടിനാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബ് ജയിച്ചു അല്ലേ. അപ്പം ഞങ്ങൾ ഘടകകക്ഷിയില്ലേ, ലീഗ് എത്ര സീറ്റാണ് ജയിച്ചത്? ഞങ്ങൾ ഘടകകക്ഷികളൊക്കെ ചേർത്ത് പിടിച്ചു. ഘടകകക്ഷി എന്നൊന്നും ഇനി പറയാൻ ആരും സമ്മതിക്കില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഏതെങ്കിലും യോഗത്തിൽ പോയി UDF എന്ന് പറഞ്ഞപ്പോൾ ചൂടാവുകയാണ്. സാർ ടീം UDF എന്ന് പറയാനാണ്. ഞാൻ ടീം UDF എന്ന് പറഞ്ഞത് നിലമ്പൂർ ഇലക്ഷൻ ശേഷം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാക്കും. ടീം UDF എന്ന് പറഞ്ഞിട്ടുള്ളത്, 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, സെക്യുലർ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്, വിസ്മയങ്ങളുണ്ടാകും എന്ന് പറഞ്ഞതെല്ലാം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വേണ്ടാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപാട് പരിഹസിക്കപ്പെട്ടു. സാരമില്ല, അത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അതൊക്കെ ഉണ്ടാവും. എനിക്കതിൽ സങ്കടമൊന്നുമില്ല. തോൽവി സമ്മതിക്കാതെ കണക്കുകൾ പറഞ്ഞാണ് സംസ്ഥാന സെക്രട്ടറിക്ക് അത് പോയിറങ്ങാൻ നോക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ, കൊല്ലം പോലുള്ള പാർട്ടിക്ക് വലിയ അടിത്തറയും ഊർജ്ജത്തിലേക്കുള്ള ആ 2 ജില്ലകളിലും ഉണ്ടായിരുന്ന വലിയ തോൽവി ഇനി എങ്ങനെയെങ്കിലും ഈ കണക്കുകൾ പറഞ്ഞുള്ള തീരുമാനങ്ങൾ അതറിയില്ല. അവരുടെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, CPM-നെ തോൽപ്പിക്കാറില്ലപ്പോൾ. പക്ഷെ തോറ്റത് അവരെ ബോധ്യപ്പെടുത്താൻ ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ല ഈ തോൽവിക്ക് ശേഷവും. അത് അന്ന് ഉപയോഗിച്ച ഒരു വാചകമാണ് അല്ലേ, ശരിയല്ലേ? അപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിലമ്പൂരിൽ ഇത്രയും വലിയ തോൽവി ഉണ്ടായിരുന്നു. അല്ല, ഇപ്പോൾ BJP ജയിച്ചു. അവരൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. അവർ പറഞ്ഞാൽ അതൊന്നും അല്ലല്ലോ. അവരിവിടെ കേരളത്തിൽ അധികാരത്തിൽ വരുന്നല്ലേ പറഞ്ഞത്. അവർക്ക് നേരത്തെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, 1-ലധികം സീറ്റ് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഇവർ തമ്മിലൊരു ഡീലുണ്ടായിരുന്നു. അല്ല, ഇവർ തമ്മിലൊരു ഡീലുണ്ടായിരുന്നു. പക്ഷെ ആ ഡീല് അവരുടെ താഴെയുള്ള അണികൾ പൊളിച്ചു കൊടുത്തു. ആ ഡീല് ഞങ്ങൾ പുറത്തു പറഞ്ഞത് ഞങ്ങൾ ബുദ്ധിപൂർവ്വം പറഞ്ഞാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ അജണ്ടയാക്കിയല്ലോ. CPM BJP ഡീല് ഞങ്ങൾ അജണ്ടയാക്കിയത് വെറുതെ അല്ല, അത് മുകളിലെ നേതാക്കന്മാർ തമ്മിലുള്ള ഡീലാണ്. താഴെയുള്ള അവരുടെ അണികൾ അത് പ്രാവർത്തികമാക്കാൻ സമ്മതിക്കരുതെന്ന് വിചാരിച്ചാണ് ഞങ്ങളത് ഡീലാക്കിയത്. ഞങ്ങളത് അജണ്ടയിൽ, തെരഞ്ഞെടുപ്പ് അജണ്ടയിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ഇങ്ങനെ അതൊക്കെ ഓരോ തരംഗമല്ലേ, ഓരോ ഇതല്ലേ, ഓരോ സീറ്റുകളിലുള്ള ഓരോ ഇതല്ലേ. LDF-ന്റെ സീറ്റല്ലേ തോറ്റത്? എല്ലാ സീറ്റും LDF-ന്റെ സിറ്റിംഗ് സീറ്റല്ലേ. ഞങ്ങളതൊക്കെ 3-ാമത്തെ സ്ഥാനത്തല്ലായിരുന്നു അവിടെ നേരത്തെയും. അല്ല, അത് ഇല്ല, അങ്ങനെയല്ല. അത് ഞാനത് അങ്ങനെ പറഞ്ഞതല്ല. ഞാനത് ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയിലൊന്നും അങ്ങനെ പറഞ്ഞതല്ല. ഒരു അരാഷ്ട്രീയവാദം എന്നൊക്കെ പറഞ്ഞു പോയപ്പോൾ ഇങ്ങോട്ട് ചോദിച്ച് വെല്ലുവിളിച്ചു. ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നില്ല, ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു, ജയിച്ചില്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്നു. നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു. ഞാനിവിടെ വന്നിരുന്നു, ഉജ്ജ്വലമായ വിജയം, കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഉജ്ജ്വലമായ വിജയം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നേടി. ഇവിടെ വന്നിരുന്നപ്പോഴും നിങ്ങൾ ചോദിച്ചു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? അവസാനത്തെ പത്രസമ്മേളനം വിളിച്ചു കൊടുത്തു എൻ്റെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ. നിങ്ങളോട് പറഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞു രാഷ്ട്രീയത്തിൽ അല്ലേ, പറഞ്ഞില്ലേ? ഇതേ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അന്ന് നിങ്ങൾ ചോദിച്ചു, ജയിച്ചിട്ട് വന്നപ്പോഴും ചോദിച്ചു നിങ്ങൾ പറഞ്ഞു. അതൊരു തീരുമാനമാണ്. കാരണം ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമല്ലേ, നമ്മളെ ഏൽപ്പിച്ചതല്ലേ കോൺഗ്രസ് നേതൃത്വം. നമ്മളെ പ്രതീക്ഷ അർപ്പിച്ച് നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാണ് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പ്രതിപക്ഷ നേതാവായി മാഡം സോണിയാഗാന്ധിയെ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വാക്കാണെന്നോ. ഞാൻ പറഞ്ഞു, മാഡത്തിൻ്റെ വാക്ക് ഞങ്ങൾ ഇത് കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ മറുപടി പറഞ്ഞു. എനിക്ക് അഭിമാനത്തോടു കൂടി, വാത്സല്യത്തോടു കൂടി എന്നോട് ഇടപെട്ടിട്ടുള്ള ആളാണ് മാഡം സോണിയാഗാന്ധി. അവരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റും. ഒറ്റയ്ക്കല്ല, ടീമായിട്ടാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. ആ ടീം ബിൽഡ് ചെയ്യാൻ പറ്റി, അതിൻ്റെ ഏകോപനം നടത്താൻ പറ്റിയെന്നുള്ളത് മാത്രമാണ് എൻ്റെ റോൾ അതാണ്. അതിൽ ഞാൻ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അത് എൻ്റെ പരാജയമാണ്. അതല്ലാതെ വ്യക്തിപരമായി ജയിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പരാജയപ്പെട്ട എൻ്റെ പരാജയം എന്ന് പറഞ്ഞതല്ല. ഇത് ടീമിനെ ബിൽഡപ്പ് ചെയ്ത് ഒരു ലീഡർഷിപ്പ് നിൽക്കുകയല്ലേ. UDF-ന്റെ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നതല്ലേ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം.
അതിൽ പരാജയപ്പെട്ടാൽ പിന്നെ നമ്മൾ പിന്നീട് കിടക്കാൻ പോകാം പാടില്ല. അപ്പോൾ അല്ല വലിയ വിജയം മതി. ഇനി അടുത്ത കാര്യങ്ങളിലേക്കാണ്. അല്ല, അത് UDF-ന്റെ ചർച്ചകൾ തുടങ്ങും, വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങും UDF-ന്റെ ചർച്ചകൾ. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം ഇന്നോ നാളെയോ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച് ആ നടപടിക്രമം പൂർത്തിയാക്കി കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. ബാക്കി ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് ഇപ്പോൾ സീറ്റ് വിഭജനം നടത്തിയപ്പോൾ നിങ്ങൾക്ക് അതൊരു വാർത്ത പോലും കിട്ടിയില്ല, ഒരു അവസരം ഉണ്ടായില്ല. ചരിത്രത്തിൽ ആദ്യമായി 140 സീറ്റുകളുടെ വിഭജനം UDF നടത്തിയപ്പോൾ ഒരു അവസരം പോലും ഉണ്ടായില്ല. ഞങ്ങൾക്ക് 3 സീറ്റ് കൂടുതൽ തന്നു ഘടകകക്ഷി. കോൺഗ്രസിന് 3 സീറ്റുകൾ കൂടുതൽ തന്നു ഘടകകക്ഷി, ഇല്ലേ? തന്നിട്ട് ഒരു അവസരം പോലും ഇല്ലാതെ ചെയ്തു. എല്ലാവരും വർക്ക് ചെയ്തു. ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികളിലേക്ക് ചില ഘടകകക്ഷികളങ്ങ് ഏറ്റെടുത്തു. ഞങ്ങളുടെ പ്രവർത്തകരെക്കാൾ കൂടുതൽ ആവേശത്തിൽ അവർ വർക്ക് ചെയ്തു പല സ്ഥലത്തും. ഘടകകക്ഷികൾ മത്സരിച്ച സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവരെ ചുമലിലേറ്റിലേ ഇരിക്കുന്നു. അല്ല, അതിലേക്കൊന്നും ചർച്ചയൊന്നും അതിലേക്കൊന്നും ആയിട്ടില്ല. മാത്രമല്ല, അതൊന്നും ഒരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളല്ല. UDF വളരെ ഭംഗിയായി അക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഗംഭീരമായിട്ട് തീരുമാനിക്കും. ഇല്ലില്ല, ആ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ ചർച്ചയിലേക്ക് പോകരുതെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഹൈക്കമാൻഡ്, ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതിന് ഹൈക്കമാൻഡിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് അവരത് പ്രഖ്യാപിക്കും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നല്ലോ, അവർ പ്രഖ്യാപിക്കും. അതിലേക്കില്ല, അത് വളരെ പെട്ടെന്നുണ്ടാവും. അങ്ങനെ വൈകിക്കാൻ പറ്റില്ല തീരുമാനം. 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചാണ് വലിയ ക്യാമ്പയിൻ നടന്നത്. ആ 5 ഗ്യാരണ്ടി വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി വളരെ പെട്ടെന്ന് സർക്കാർ രൂപീകരണം നടന്നു കഴിഞ്ഞാൽ വളരെ പഴയ ക്യാബിനറ്റ് ആ തീരുമാനം ഉണ്ടാകുന്ന പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാമ്പത്തിക ബാധ്യത, തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് കേരളം ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ നിയമസഭ അപ്പോൾ അങ്ങനെ ഇന്ത്യ സർക്കാർ ആ ബാധ്യതയിലേക്ക് നല്ല ചോദ്യമാണ്. അത് ഞാൻ മറുപടിയും പറയുന്നത് നേരത്തെ. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണ് ഞങ്ങളിലേക്ക് കൈമാറുന്നത് ആണല്ലോ. ആ ഖജനാവിനെ ശക്തമായ സാമ്പത്തിക നടപടികളിലൂടെ, മികച്ച ഫിനാൻസ് മാനേജ്മെൻറ്റിലൂടെ, ആസൂത്രണ മികവാർന്ന നികുതി ഭരണത്തിലൂടെ ഖജനാവിൻ്റെ ചോർച്ച അടച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും. സംശയമൊന്നും വേണ്ട. റിസൾട്ട് ഉണ്ടാകും. അല്ലല്ല, അതൊക്കെ ഇതിൻ്റെ കൂടെ നടന്നു പോകും. റിസൾട്ട് ഉണ്ടാവും. അവർ അപ്പുറത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു കസേര ഉണ്ടാവില്ല. ആ കസേരയിൽ കോൺഗ്രസ് തീരുമാനിക്കുന്ന ആളൊന്നും അവിടെ ഇരിക്കും. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കൺസെപ്റ്റാണ് LDF പറഞ്ഞത്. പക്ഷേ ഈ ആർഎസ്പിയുടെ സ്ട്രൈറ്റേജ് പോലും വളരെ LDF പോലും അവിടെ LDF കൊണ്ടുവന്ന സാഹചര്യം. ഞാൻ പറഞ്ഞ 8 സീറ്റിൽ 7 സീറ്റാണ് കേരള കോൺഗ്രസ് ജയിച്ചത്. 4 സീറ്റിൽ 3 സീറ്റാണ് RSP ജയിച്ചത്. എല്ലാവരും ജയിച്ചില്ല. KK രമ ജയിച്ചു, മാണി സി കാപ്പൻ ജയിച്ചു, ഞങ്ങളുടെ UDF-ന്റെ അഭിമാനമായ ഞങ്ങളുടെ സെക്രട്ടറി ജയിച്ചു, CP ജോ, ഇല്ലേ? ഇവരെല്ലാം ജയിച്ചില്ലേ? UDF-ലെ ചെറിയ പാർട്ടി വലിയ പാർട്ടിയൊന്നും ഇല്ലല്ലോ, എല്ലാവരും ജയിച്ചല്ലോ. അർഹിച്ച പരാജയമാണ് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അണികൾ അസ്വസ്ഥരായിരുന്നു. ഞങ്ങൾക്കത് നന്നായിട്ട് അറിയാൻ പറ്റും. അവരെക്കാൾ നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അണികൾ മാത്രമല്ല, നേതാക്കളുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് പകരം വയ്ക്കാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല, വേറെ ആൾ വരും. ഞാൻ പോയാൽ വേറെ ആൾ വരില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാച്ചുറലാണ്. ഒരുപാട് പരാജയങ്ങളായിരുന്നല്ലോ പ്രധാന ഒരു ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നത് പരസ്യ വിപ്ലവം തന്നെ നടത്തിയല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു എക്സാമിന് മുമ്പിലുണ്ടാവും. ഈ 5 വർഷം, അടുത്ത 5 വർഷത്തിൽ അത്തരം പിഴവുകളില്ലായിരിക്കും. അല്ലെങ്കിൽ ഒരു പിഴവിന്റെ ഭരണത്തിന് വേണ്ടി എന്തായിരിക്കും അത് തെറ്റായ പ്രചരണമാണല്ലോ അവർ നടത്തിയ. ഒരുപാട് കാര്യങ്ങൾ തെറ്റായ പ്രചരണമാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഇപ്പം തെറ്റായ പ്രചരണം UDF-നെതിരായി നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കേരളത്തിലെ UDF-നുണ്ട്. ടീം UDF-നുണ്ട്. അതൊക്കെ ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങൾക്ക് കൃത്യമായ ആശയങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. അത് സമയബന്ധിതമായി ഭംഗിയായി നടപ്പാക്കും.
കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാവും. കേരളത്തിൽ പെർഫോമൻസ് ഓഡിറ്റിംഗ് ഉണ്ടാവും. എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത് എന്ന് അന്വേഷിക്കുന്ന ആളുണ്ടാവും. സംവിധാനം ഉണ്ടാവും. ഏറ്റവും മികച്ച ഗവേണൻസ്, ഗുഡ് ഗവേണൻസ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും. ഞാൻ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, വെറുതെ ഉപരിതല സ്പർശിയായ പ്രഖ്യാപനങ്ങളല്ല, അത് പഠിച്ച് തയ്യാറാക്കിയ ഡീറ്റെയിൽസാണ്. ഇടുക്കി ജില്ലയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് CPM പറഞ്ഞത് ചർച്ച ചെയ്യും. ഞങ്ങളുടെ മാനിഫെസ്റ്റോയും CPMൻ്റെ മാനിഫെസ്റ്റോയും വെച്ചുകൊണ്ടാണ് നിരവധി സംഘടനകൾ പത്രസമ്മേളനം നടത്തിയത്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അല്ല, അത് അതിൻ്റെ നടപടിക്രമം ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്ന ഒരു പ്രോസസ്സുണ്ട്. അതനുസരിച്ച് അവർ തീരുമാനം എടുക്കും. അവരുടെ മന്ത്രിമാരെ, കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. ഡൊണേഷൻ എന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഡൊണേഷൻ 3-4 ഫേസ്ബുക്കിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പം അതിന് താങ്കൾക്ക് എന്താണ് ആ സമയത്ത് ഫീൽ ചെയ്തത്? അല്ല, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങൾ ഞങ്ങളെയാണ് വിശ്വസിച്ചതെന്ന് പറയാം. ഞങ്ങൾ 1 ഡസൻ തെളിവുകൾ ആരാണ് നുണ പറഞ്ഞതെന്ന് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ. 1 ഡസൻ തെളിവുകൾ. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു കാലത്തും ബന്ധമുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഞാൻ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കിയല്ലോ, ബന്ധമുണ്ടെന്ന് പറഞ്ഞത് നേരത്തെ. RSSുമായി ഒരു കാലത്തും ബന്ധമുണ്ടായിരുന്നില്ല. ആരാണ് നുണ പറഞ്ഞത്? ബന്ധം ഉണ്ടായിരുന്നത് ഞങ്ങൾ തെളിയിച്ചല്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ തന്നെ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങി, പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. ആരാ പ്രചരിപ്പിച്ചത്? അത് നുണയാണെന്ന് ഞങ്ങൾ തെളിയിച്ചല്ലോ. 1 ഡസൻ നുണകളാണ് അവരുടെ നുണകൾ ഞങ്ങൾ തെളിയിച്ചത്. ഞങ്ങളൊരു നുണയും പറഞ്ഞില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വ്യക്തിപരമായി തേജോധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടത്തിയ ശ്രമങ്ങളാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു സത്യത്തിൽ. എന്ത് തോന്നിയെന്ന് ചോദിച്ചോണ്ടാണ്.